ഷാജിദ വെല്ലുവിളിച്ച് അവസാനം ഷെരീഫ് ഷാജിദയെ തറ പറ്റിച്ചു. ഷാജിദ ഒരുപാട് നാളുകൊണ്ട് ഷാജിദയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഷാജിദ ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ആദ്യം കുറച്ചൊക്കെ ഷാജിദ ഒന്ന് ഒതുങ്ങി ഭർത്താവിൻ്റെ മരണത്തോടുകൂടി. ഷാജിദയുടെ ഭർത്താവ് ഓരോരുത്തരും പറയണ അവരെ വീട്ടുകാർ തന്നെയാണ് പറയണത് ഷാജിദയെ കാരണമാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തത് എന്നും. നല്ലതുപോലെ നോക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഷാജിദയുടെ ഭർത്താവ്. ഷാജിദയുടെ ഉമ്മാക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. അതുപോലെ ആ കുടുംബമൊക്കെ നല്ലതുപോലെ നോക്കുമായിരുന്നു. വേറൊരു ദുശീലങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ആ 5 മക്കളെയും അയാൾ പൊന്നുപോലെയാണ് നോക്കിയത്. പിന്നെ എവളെ ഈ വിഷയങ്ങളൊക്കെ ആയതിനു ശേഷം എവളെ കൈയിരിപ്പ് കൊണ്ടാണ് അയാൾ അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇപ്പം ഷാജിദ പറയണ ഷാജിദായ മക്കളെ നോക്കാൻ നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകൾ സഹായിക്കുകയും ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയും കണ്ടമാനം പണം ആയിരുന്നാലും ഓരോരുത്തരും പറയുന്ന ഗൾഫിൽ നിന്നൊക്കെ സ്വർണങ്ങളൊക്കെ മേടിക്കുമെന്നും ഓരോരുത്തരുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. വീട്ടുകാരുമായിട്ട് വിഷയങ്ങളായി തൊട്ട് കിടക്കുന്ന മാമാരെ വീട്ടുകാരും ഈ മൊത്തത്തിൽ കുടുംബ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ഈ ഷോപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇവക്ക് കയറി അങ്ങില്ല അഹങ്കാരം അങ്ങ് മൂത്തായിരുന്നു. കയ്യിൽ പണമായി വന്ന് ഉദ്ഘാടനങ്ങളോ അങ്ങനെയൊക്കെ ഈ നെഗറ്റീവ് കമൻറ്റ് ഒരുപാട് വന്ന് അതിലൂടെ കുറേയൊക്കെ അങ്ങ് വൈറലായി പോയി. അവളെ ഒരു ലൈവ് കൊടുക്കുമ്പോൾ തന്നെ അതിൽ 10,000 പേരങ്ങ് കയറുമായിരുന്നു. എന്തിനാണ് അവളെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട്, എവളെ ചീത്ത വിളി കേൾക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കയറുകയും പിന്നെ അതുപോലെ അവൾ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് 2-3 ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴേ അവളെ അങ്ങ് കരിപ്പിച്ച് ജനങ്ങൾ മോശമായിട്ടങ്ങ് ഒരുപാട് കമൻറ്റുകൾ ഇടുകയും ഇവളെ ആവശ്യമില്ലാതെ ചെന്നിരുന്ന ഇൻ്റർവ്യൂവിൽ അവളെ വീട്ടുകാരായിരുന്നാലും ആവശ്യമില്ലാത്ത വാക്കുകൾ ചെന്നിരുന്ന് പറയുകയും അവൾ ഷോപ്പ് ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിന് ആരെ മമ്മൂട്ടിയെ മോഹൻലാലിനെ ആരാങ്ങാണ്ടേക്ക് ഉദ്ഘാടനത്തിന് വരുമെന്നോ സന്തോഷ് പണ്ഡിറ്റ് വരുമെന്നോ എനിക്കറിഞ്ഞൂടാ. അവൾ വായി തോന്നിയതാണ് പറഞ്ഞുകൊണ്ട് കിടന്നത്. എന്നിട്ടും ഓരോരുത്തരെ വീട് തോറും കയറി അടിക്കാൻ പോവുകയും അതുപോലെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ അറിയാമല്ലോ. ഒരു സ്വന്തം ഉമ്മായ അങ്ങേറ്റത്തെ തരം പറഞ്ഞിട്ട് അവരെ തുണിയില്ലാത്ത പിക്ചർ ഫോട്ടോ വീഡിയോ എടുത്ത് പബ്ലിക്കിൽ ഇടുകയും അത് ഇടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും എന്നിട്ട് അതിനെ ഇടുകയും ആരെയൊക്കെയോ സഹായത്തോടു കൂടിയാണ് ഷാജിദ അങ്ങനെ ചെയ്തതെന്ന് ആണ് തോന്നണത്. എന്നിട്ട് ഷോപ്പ് ഇടാൻ പോകുന്നെന്ന് പറഞ്ഞ് 2-3 ദിവസമൊക്കെ ഷോപ്പിൽ പോയി ഇരിക്കുന്നു. അതിനുശേഷം ക്രീമിൻ്റെ ബിസിനസ് അതങ്ങനെ ആകെ അന്നേരം ഒരു ബഹളമായിരുന്നു. അന്നൊക്കെ ആര് ഈ ഷാജിദ ലൈവിൽ വന്ന് ഒരു കമൻ്റ് ഇട്ടാൽ പോലും ഷാജിദ അതിനൊന്നും റിപ്ലൈ കൊടുക്കൂലായിരുന്നു, മറുപടി കൊടുക്കുകയില്ല. ആ കമൻറ്റ് പോലും ഷാജിദ നോക്കൂല. ഷാജിദ ഇരുന്ന് ഫുള്ള് അവരെ വീട്ടിലുള്ളവരെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ അതിൽ കമൻ്റ് ഇടുന്ന ആളുകൾ പറയും ഒന്ന് കമൻറ്റ് നോക്കൂ. പക്ഷേ അവൾ ആ കമൻ്റ് ഒന്ന് വായിക്കുകയോ ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരമായിരുന്നു ഷാജിദാക്ക്. ഷാജിദ ഫുള്ളും ഷാജിദാരെ ഉമ്മായെയും അനിയത്തിമാരെയും പിന്നെ അവരെ തൊട്ട് കിടക്കുന്ന മാമായെയും കുഞ്ഞുമ്മമാരെയും മൊത്തത്തിൽ മാമാരെ മക്കളെ എല്ലാവരെയും അവളെ വായി തോന്നണ അപരാധം വിളിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഷാജിദ നല്ല പുള്ള ചമയുന്ന ഷാജിദ ആയിട്ട് വീണ്ടും ആ പഴയ പണ്ട് കഞ്ഞിയും കറിയും വെച്ചുകൊണ്ട് കിടക്കണ വീട്ടിൽ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ കുക്കിംഗ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാജിദ ആയിട്ട് ഇപ്പം വന്നു. കാരണം ഷാജിദയുടെ പേരിൽ ഒരുപാട് പേര് കേസ് കൊടുക്കുകയും ഒരുപാട് പേര് ഷാജിദയുടെ പേരിൽ കേസ് കൊടുത്ത് ചൈൽഡ് കേസ് തന്നെ 1-2 പേര് കൊടുത്തു. പിന്നെ അത് കൂടുതൽ അടപടലം പൂട്ടിയെന്ന് വേണം ഷെരീഫ് പൂട്ടിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഈ കേസൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ ഷാജിദ പോയി ഇതുപോലെ ടെൻഷന് ഗുളിക കഴിക്കാനെന്നും പറഞ്ഞ് മാനസിക രോഗത്തിന് ഗുളിക കഴിക്കാൻ പോയി കിടക്കുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഗുളിക കഴിക്കുക. അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ സ്ഥിരം പോയിക്കൊണ്ടിരുന്നാലേ അതിൻ്റെ രേഖകളൊക്കെ കിട്ടുള്ളൂ. അപ്പോഴാകുമ്പോൾ ഈ കേസ് ബലത്ത് വരുമ്പോൾ ഈ ചൈൽഡ് കേസും അതുപോലെ ഒരു വീട്ടിൽ 3-4 പേര് കേസ് കൊടുക്കുമ്പോൾ കേസിൽ നിന്ന് ഊരിപ്പോവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങേ അറ്റത്തെ തരമെന്ന് പറഞ്ഞാൽ ഈ ഷെരീബിൻ്റെ വീട്ടിൽ കയറിയിട്ട് ഷെരീബിൻ്റെ കുട്ടികളെ അവിടെ അപരാധിപ്പാണ് ജോലി. ബാക്കിയുള്ളവർ വന്നിട്ട് അതിനകത്ത് അപരാധിപ്പാണ് ജോലി. നിനക്ക് 2 പെൺകുട്ടികളല്ലേടാ, നിൻ്റെ ഭാര്യ മറ്റോളല്ലേ മറിച്ചോളല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ വീട്ടിൽ കയറിയത്. പിന്നെ വാപ്പായ ആ പ്രായം ചെന്ന വാപ്പായ ആ ഉമ്മായേയും അവളെ ഉമ്മായ അങ്ങനെ വിളിച്ച് നടക്കുന്നത് കൊണ്ടാണ്, അവളെ ഉമ്മായും വാപ്പായൊക്കെ കുടിയപരാധം വിളിച്ച് ഷാജിദ നടക്കുന്നത് കൊണ്ടാണ് ആ ഷെരീബിൻ്റെ വീട്ടിൽ കയറിയിട്ട് അതിക്രമിച്ച് കയറിക്കൊണ്ട് ആ വീട്ടിനകത്ത് സിറ്റ്
മുറ്റത്തോട്ട് കയറി നിന്നും കൊണ്ട് ആ പ്രായം ചെന്ന ഉമ്മായെയും ആ വാപ്പായെയും വിളിക്കാൻ പാടില്ലാത്ത വാക്കുകൾ അത്രയും വിളിച്ച് ഷാജിദ. പിന്നെ സൈ ഇട്ടപ്പോഴാണ് ഷെരീഫ് ഓട്ടിച്ചത്. എന്നാൽ കുണുകുണ ഓടണ കണ്ട് പിന്നെ അതിന് ശേഷം കേസായി വഴക്കായി. അങ്ങനെ ഇപ്പോൾ ഷാജിദാക്ക് കേസും വഴക്കും ആയപ്പോൾ തന്നെ ഷാജിദാര ഷോപ്പ് പൂട്ടിച്ചു. പിന്നെ ക്രീമിൻ്റെ ബിസിനസ് ഇല്ല. എന്ത് കാര്യമാണ് ക്രീം തീർന്നെന്ന് പറയുന്നുണ്ട്. ലൈവിൽ ആളുകൾ ചോദിക്കുമ്പോൾ ക്രീം തീർന്നെന്ന് പറയുന്നുണ്ട്. ഷാജിദാര ഇവിടെയൊക്കെ എന്തോ പൊള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട്, കറുത്ത പാടും പൊള്ളലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ക്രീം ഇട്ട് എന്തൊക്കെയോ വിഷയങ്ങളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രീമിൻ്റെ ബിസിനസ്സൊക്കെ നിർത്തിയായിരുന്നു. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ക്രീം അവളെ പേരിലോട്ട് അങ്ങോട്ട് ഷാജി ബ്യൂട്ടി വൈറ്റനിങ് ക്രീമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ക്രീം ഇറക്കി. എന്തർത്ഥത്തിലാണ് അത് അങ്ങനെ ക്രീം ഇറക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇത് ജനങ്ങൾ വാരി ഇട്ടിട്ട് അവസാനം കിഡ്നിയും എല്ലായിടമൊക്കെ അടിച്ച് പോയിട്ട് പിന്നെ അവസാനം ഷാജിദ അതിന് പരാതി പറയേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥ വരാവും. ഷെരീഫ് നിർത്തിയില്ല. ഷെരീഫ് സ്ഥിരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ട് ഭർത്താവിൻ്റെ കാര്യം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. പിടിച്ചിട്ടും ഇവളെ ആ ചങ്ങായിനെ ജീവിപ്പിക്കാം ഈ ദുനിയാവിൽ വിട്ടില്ല. അതുകൊണ്ട് അവൻ കയറെടുത്തു. ഓനിക്ക് പോയി എന്നല്ലാതെ ഇവൾക്ക് എന്തെങ്കിലും ഒരു കുറവിട്ടോ ഇല്ല. പിന്നെ ഓന്റെ പേരിൽ തന്നെ ഈ സഹതാപ പിരിവ് നടത്തിയും കൊണ്ട് നടക്കുകയായിരുന്നു. അതിനിടക്കാണ് ഇവളുടെ അമ്മ വന്നിട്ട് ഈ വിഷയം പറഞ്ഞത്. എന്റെ നല്ല മരുവനായിരുന്നു. ഇവളുടെ ഈ ഇങ്ങനത്തെ തമ്മാടിത്തരങ്ങൾ കൊണ്ടാണ് ഈ എന്താ പറയാ അവൻ മരണപ്പെട്ടത്. അവൻ എനിക്കടക്കം ചെലവിന് തന്നിരുന്നു. അത്രയും നല്ലൊരു മോനായിരുന്നു അത്. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് ഉടുതുണി ഇല്ലാതെ ഉമ്മാടെ വീഡിയോ ഇവള് പോസ്റ്റ് ചെയ്തത്. കേൾക്കണങ്ങള് സ്വന്തം ഉമ്മാടെ വീഡിയോ ഇവള് പോസ്റ്റ് ചെയ്തത് അതും ഇവള് കണ്ടിട്ടുണ്ടാവും. ഈ വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞിക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ തെളിവ് ഇങ്ങോട്ട് വരാണ്ട് നമ്മളൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഫേക്കായി പോവും. അപ്പോ പിന്നെ ഇപ്പൊ എത്രയാണെങ്കിലും ഒറിജിനൽ കണ്ടറിയുന്ന ആളുകൾ തന്നെയല്ലേ നിങ്ങള്. അല്ലെങ്കിൽ ഷെരീഫ് പറയണ കറക്റ്റ് കാര്യമാണ്. പക്ഷേ ഇപ്പം എന്തായാലും ഷാജിദ ഒതുങ്ങിയതിൻ്റെ കാര്യം എന്താണ്? ഷാജിദ ആ പഴയ ആദ്യം ഭർത്താവ് മരിച്ച ആ ഇടയ്ക്കുള്ള ഒരു ദുഃഖിതയായ ഒരു ഭാര്യയാണെന്ന അഭിനയം അതുപോലെ ഷാജിദ വീണ്ടും അഭിനയിച്ചു തുടങ്ങി. മറ്റത് ഇടക്കാലത്ത് ഷാജിദ പിന്നെ കമൻ്റ് ഇടുന്നവർക്ക് റിപ്ലൈ കൊടുക്കൂല. അപ്പോൾ ആളുകൾ പറയും ഷാജി ഒന്ന് കമൻറ്റിന് റിപ്ലൈ താ, ഒന്ന് ഹായ് പറയേ ഷാജി, ഒരു മറുപടി താ ഷാജി എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ആളുകൾ കമൻ്റ് ഇടുമായിരുന്നു. പക്ഷേ ഇവള് മൈൻഡ് ചെയ്യില്ലല്ലോ. അവളിരുന്നും കൊണ്ട് അങ്ങ് പൂരം പാട്ട് പറയുമ്പോൾ പറയും എന്ത് നിനക്ക് വട്ടായ. ചിലരങ്ങനെ ചോദിക്കും നിനക്ക് വട്ടാണ്. അഹങ്കാരം അങ്ങ് തലയ്ക്ക് മൂത്തായിരുന്നു. അഹങ്കാരം തലയ്ക്ക് മൂത്തപ്പോഴത്തേക്കാണ് ആ പ്രവൃത്തി അതിനകത്ത് കാണിച്ചു കൂട്ടിയത്. ബാക്കി നമുക്ക് കേൾക്കാം. തെളിയിച്ചോട്ടെ, അവൾക്ക് കോടതിയിൽ പോകാം, കേസ് കൊടുക്കാം, ഒക്കെ ചെയ്യാം. പിന്നെ ഇനിയിപ്പോ 2-3 ആളുകൾ പുതിയത് വരുന്നുണ്ട്. ഈ പറ്റിക്കപ്പെട്ട ആളുകളില്ലേ, ആ ആളുകൾ ഇന്നെ വിളിച്ച് സംസാരിച്ചിട്ടാണ് പിന്നെ നാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഓരോരുത്തരും ഇപ്പോഴാണ് കുടുങ്ങിയ ആളുകളൊക്കെ എന്നെ വിളിക്കുന്നത്. ഇത് മുത്താണ്, ഇത് കറലാണ്, അന്നെ പോലത്തെ ഒരാളുണ്ടെങ്കിൽ ഞാൻ നിന്ന് തരും, എന്റെ മാനം പോയാലും വേണ്ടില്ല, ഇനി ഞാൻ എന്തായാലും ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസുകളും എനിക്ക് തന്നിട്ടുണ്ട്. പല മെസ്സേജ് ഉണ്ട്, ഡേറ്റ്, ടൈം, സ്ക്രീൻഷോട്ട്, വോയിസ് ഒക്കെ ഉണ്ട്. അപ്പോ ഓള് തെളിയിക്കട്ടെ ഞാൻ പറയുന്നത് നുണയാണോ അല്ലയോ എന്നുള്ളത്. അതുവരെ ഷാജിദ ഒരുപാട് പേരെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പണം ഒരുപാട് പേരിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഷാജിദക്ക്. ഗൾഫിൽ നിന്നായിരുന്നാലും ചിരിച്ചും പറഞ്ഞുമൊക്കെ നിന്ന് മേടിച്ചായിരിക്കും, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ഒരുപാട് പണം വാങ്ങിച്ചു. പിന്നെ പറയുന്നതായിട്ട് സ്വർണ്ണോ അങ്ങനെ എങ്ങാണ്ട കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് സ്വർണം പറ്റിച്ചു. അങ്ങനെയൊക്കെ ആ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. പിന്നെ അങ്ങനെയൊക്കെ കൊണ്ട് തന്നെ ഷോപ്പിട്ട് ഭയങ്കര ആഡംബരത്തിൽ തന്നെ ഷാജിദ കഴിഞ്ഞു ആഡംബരമാണ്. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കൂല, ഫുള്ളും വെളിയിലാണ്. വീട്ടിൽ അങ്ങനെ വരക്കം പോലും ഇല്ല. പിന്നെ വന്നിരുന്നും കൊണ്ട് ലൈവിൽ വന്നിരുന്നോണ്ട് പറയുമായിരുന്നു, ആരെങ്കിലും വല്ലതാ ചോദിക്കുമ്പോൾ ഷാജി നീ ഇത്തിരി നല്ലതുപോലെ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ നീ പോടാ. അപ്പം പറയും നിന്റെ മക്കളെങ്കിലും നേരെ ആവണം, നീ ഇങ്ങനെ കാണിച്ചാൽ നിന്റെ മക്കൾ എങ്ങനെ പോകും, എൻ്റെ മക്കൾ പുലിക്കുട്ടികളാണ്, 5 പുലിക്കുട്ടികളാണ് എന്നാണ് പറഞ്ഞത്. ഷെരീഫിൻ്റെ മക്കൾ 2 പെൺകുട്ടികൾ പറയണാണ്. ഷെരീഫിന് 2 പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ ആയാൽ പറ്റൂലേ? ആൺകുട്ടികൾ സത്യം പറഞ്ഞാൽ ഈ ആൺകുട്ടികളെയാണ് പേടിക്കാനുള്ളത്. പുലിക്കുട്ടികളെന്നും പറഞ്ഞു കൊണ്ട് നടക്കണില്ലേ? ആൺകുട്ടികളാണ് ദോഷം ചെയ്യണത്. അപ്പം ബാക്കി നമുക്ക് കേൾക്കാം. അത് ഓളെ ഇഷ്ടം. നമ്മളാരെയും കൊല്ലുമ്പോഴേ കൊലയാളിയാവുള്ളൂ അല്ലേ?
സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മരിക്കുക, അല്ലാതെ വേറെ ഒരു നിർവ്വാഹമില്ല. പിന്നെ ഇവളിപ്പോ ഈ മരിക്കേണ്ടതും മാപ്പ് പറയേണ്ട കഥ ഇപ്പളാ പോകുന്നത്. എന്തുകൊണ്ടറിയോ? ലോക്ക് ശരിക്ക് വീണു എന്ന് ഉറപ്പ് വരുത്തിയുണ്ട്. അല്ലെങ്കിൽ ഇവളീ മാപ്പ് പറയണു. ഓളെ സ്വന്തം മാപ്പിളായ ഒരാണിന് എന്നല്ല, അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരാണിനോള് തോറ്റു കൊടുക്കൂല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട്. അത് ശരിയാണ്. കേസ് മുറുകിയപ്പോഴാണ് ഇവൾ ആകെ കൊണ്ട് അങ്ങ് താന്നുപോയി. തൻ്റെടിയായിട്ട് നടന്ന ഷാജിദാരെ നാക്കൊന്ന് കുറഞ്ഞ് ഒന്ന് ഒതുങ്ങി ഒരു മൂലയിൽ ഇരുത്ത തുടങ്ങിയത്. അതുവരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഷാജിദ കാടിച്ചു കൂട്ടിയത്. ഇത് ഏതൊരു കുടുംബത്തിൽ കയറിയിട്ട് ഷാജിദ കയറി. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഏതാ ഗൾഫിൽ നിൽക്കണ ഏതോ ഒരു തന്നെ ദുബായിലങ്ങണ്ട നിൽക്കണ ഇയാളെ ഭാര്യയായിട്ട് സൗഹൃദത്തിലാകുന്നു. അയാളെ ഭാര്യ എവളെ ഷാജിദായെ വിളിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നു. എന്നിട്ട് എവള് പറയുന്ന റെക്കോർഡ് വെളിയിൽ വിടുന്നില്ല. ആ പെൺകുട്ടിയുടെ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് നിൽക്കണ 2 മക്കളെയും കൊണ്ട് അയാൾ ഗൾഫിൽ കിടക്കണം. തള്ളേരിന്ന് പിടിച്ചു കൊണ്ട് അയാൾ പോയി. അപ്പം അങ്ങനെ പോയി കിടക്കുന്ന ഒരാളിൻ്റെ ഭാര്യയായിട്ട് ഇവളെ അടുക്കുന്നു. എന്നിട്ട് ഇടയ്ക്ക് അയാളെയും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ ഷാജിദ. അയാളെയും വിളിച്ചിട്ട് അടിയിൽ കൂടെ വേല നടത്തി ഈ പെൺകുട്ടിയുടെ നമ്പർ മേടിച്ച് വിളിക്കുന്നു. എന്നിട്ട് ഇവർ സൗഹൃദം നടിക്കുന്നു. എന്നിട്ട് ഇവൾ അങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്, അവൾ ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഇവൾ അങ്ങോട്ട് പറഞ്ഞതിന് ഇവൾ റെക്കോർഡ് വെളിയിൽ വിടാതെ അവൾ ഇങ്ങോട്ട് പറഞ്ഞ ആ പെൺകുട്ടി ഇങ്ങോട്ട് പറഞ്ഞ റെക്കോർഡുകൾ വെളിയിൽ വിടുകയും എന്നിട്ട് ആ റെക്കോർഡുകളൊക്കെ അവനങ്ങ് അയച്ചു കൊടുക്കും. എങ്ങനെ ഉണ്ടെന്ന് നോക്കണം കുടുംബക്കലയ്ക്ക്. എന്നിട്ട് അയാളുമായിട്ട് സൗഹൃദം കൂടുന്നു, സ്നേഹമാണെന്നുള്ളത് അറിയിക്കുന്നു. എവളെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നുണ പറഞ്ഞു. എന്തോ ഒരു ദുഷ്ടപ്രവർത്തികളാണ് ആ ഇടയ്ക്ക് കാണിച്ചു കൂട്ടിയിരുന്നത്. ബാക്കി കേൾക്കാം. മറ്റേ ചാനൽ തുടങ്ങിയ ആളാ. ആ ഓള് ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ട്. എന്താ ഇപ്പൊ ഉള്ള അവസ്ഥ? കണ്ടു കഴിഞ്ഞാൽ അച്ഛനെ 100 രൂപ എടുക്കാൻ തോന്നും. അതെന്താ അറിയോ? എല്ലാരോടും ഒരേപോലെ കളിക്കാൻ നിൽക്കരുത്. അത് ഞാനായാലും ശരി, ആരായാലും ശരി, നമുക്ക് ഒറ്റ എതിരാളിയാണെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി നിൽക്കണം. അവിടെ പട്ടിഷോ ചെയ്യണത് മുഴുവൻ തെണ്ടിത്തരം. എന്നിട്ട് പട്ടിഷോ കാണിക്കും ചെയ്യാം. ഈ എന്റെ വീട്ടിലേക്ക് കയറി വന്ന് എന്റെ കുഞ്ഞു മക്കളെ അടക്കം ജിവേഷി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നെ കൊണ്ട് ഞാൻ കുറച്ചൊന്നും വെള്ളം കുടിപ്പിക്കും. അത് മഴവെള്ളം തന്നെ. സത്യം, കുഞ്ഞു മക്കളെ വേശ്യാവൃത്തി മക്കളെ വെച്ചിട്ട് നടത്തണമെന്ന്. പിന്നെ അവൻ്റെ ഭാര്യയെ ഇതുപോലെ അവൻ്റെ കൂട്ടുകാരന്മാരെ അത്രയും കൂടെ നിന്റെ നല്ല ചരക്കിനെയും കൊണ്ട് അകത്ത് കയറ്റൂലേടാ. എവള് എന്തോന്ന് കുടിയവരാതെ ഇവള് വിളിച്ചത്. എവക്ക് ഇങ്ങനെയൊന്നും കിട്ടിയാൽ പോരാ. സത്യം പറഞ്ഞ് ഇങ്ങനെയൊന്നും കിട്ടി. ഇപ്പം ആളുകളിരുന്ന് സഹതാപം പറയുമല്ലോ, 5 മക്കളെ വളർത്താനുള്ളതാണ് അങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ലെന്ന്. എന്തെല്ലാം ആക്ഷേപമാണ് ആ വീട്ടിൽ ചെന്നും ആ വീട്ടിൻ്റെ അയലുവക്കത്ത് ഷെരീബിൻ്റെ വീട്ടിൻ്റെ അയലുവക്കത്ത് ഷെരീബിൻ്റെ വീടെന്നും പറഞ്ഞ് ആ സ്ത്രീകളെയൊക്കെ വിളിച്ചത്. ഇവള് തിരുമണി നല്ലോളൊന്നും അല്ല അവള്. ഇപ്പം ഇരുന്നും കൊണ്ട് അവളും ഇങ്ങനെ ഇരുന്ന് സിമ്പതി കാണിക്കണ്. പിന്നെയും ആളുകൾ ബുദ്ധിമുട്ടാണ്, ആ പൈസ അയച്ചു തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം പറയും അയക്ക് 100 എങ്കിൽ 100. ഇപ്പം പറയണാണ് 100 എങ്കിൽ 100. അത്രയ്ക്ക് താന്ന് പോയി. ഉയർന്ന് വന്ന് പൊങ്ങി വന്ന ഷാജിദ താഴത്തേക്ക് പോയെന്നുള്ളതാണ്. ഇപ്പം ഷോപ്പും ഇല്ല, ക്രീമും ഇല്ല. ക്രീമിട്ടെല്ലാവരും അതൊക്കെ മുഖം കിഡ്നിയൊക്കെ അടിച്ചു പോയി. അങ്ങനെയൊക്കെ കേസായെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങോട്ട് മൂടും തട്ടി അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. അന്റെ സ്ഥാനത്ത് ഒരാണാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനിക്ക് ഇഴഞ്ഞിട്ട് പോലും പോണെങ്കിൽ എന്റെ സമ്മതം വേണ്ടി അല്ലേ? ഈ അന്നെ ഞാൻ തല്ലാത്ത എന്താ അറിയോ? ഒരു പെണ്ണിനെ തച്ചു കഴിഞ്ഞാൽ 10 പേര് ചിലപ്പോ അല്ലെങ്കിൽ 1000 പേര് ചിലപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. പക്ഷെ നാളെ അത് എനിക്കെന്നെ ഒരു കേടായി മാറും. ഞാൻ തല്ലിയത് ഒരു പെണ്ണിനെ അല്ലേ എന്നുള്ളത്. മനസ്സിലായോ? ആ ഒരൊറ്റ പരിഗണന. അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉമ്മയും പെങ്ങളും ഭാര്യയും 2 പെമ്മക്കളും എല്ലാം ഉണ്ട്. പിന്നെ ഇജ്ജ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത് അനക്ക് പടച്ചോന് അറിഞ്ഞും കൊണ്ടാണ് 2 പെമ്മക്കളെ തന്നത്. ആൺകുട്ടികളെ തരാത്ത. എനിക്ക് 5 ആൺകുട്ടികളാണ്. എന്റെ പൊന്നെ, 2 പെൺകുട്ടികളാണെങ്കിൽ അത് ശരി, പൊന്നു പോലെ പൊന്നാണ്. 2 പെണ്ണെന്ന് ആണല്ല എന്ന് വിചാരിച്ചും കൊണ്ടേ ആൺകുട്ടിയല്ല കൊടുത്തത്, പടച്ചോൻ പെൺകുട്ടിയാണ് കൊടുത്തതെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് തഴഞ്ഞു കളയോ? നീ അതുകൊണ്ടാണ് നീ അഹങ്കരിക്കണം. നിനക്ക് 5 പുലിക്കുട്ടികളാണ് എന്ന് പറഞ്ഞും കൊണ്ട് നീ അഹങ്കരിക്കണ്ട. നീ അഹങ്കാരം അതിൽ കുറച്ച് വെച്ചാൽ കൊള്ളാം. കുറച്ചു നാളും കൂടെ കഴിയുമ്പോൾ അറിയാം 5 ആൺകുട്ടികളെ തന്നത്. ആ ആൺകുട്ടികൾ ഏത് ലെവലിൽ പോകും, ഈ പെൺകുട്ടികൾ ഏത് ലെവലിൽ പോകും എന്ന് അതിൽ വെച്ച് മനസ്സിലാക്കിക്കോ. ഞാൻ കിട്ടിയത് ആൺകുട്ടിനെയാണ്. പക്ഷെ അള്ളാഹ് അതിന് ആയുസിനെ കൊടുത്തില്ല. മനസ്സിലായോ? എനിക്ക് ആദ്യത്തെ എന്റെ കുട്ടി ആൺകുട്ടിയാണ്. അതിന് അള്ളാഹ് ആയുസ് കൊടുക്കാത്തത് കൊണ്ടാണ്. ഇനിയിപ്പോ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ശരി, 10 എണ്ണല്ല 20 എണ്ണ ആയാലും എനിക്ക് ഒരേ മാതിരിയ.
അവളെ ഞാൻ ഒരു വേർതിരിവും കാണിക്കൂല. പിന്നെ ഈ ആൺകുട്ടികളുടെ അഹംഭാവം കൊണ്ടാണ് നീ കാണിച്ചതെന്ന് പറഞ്ഞില്ലേ, നിന്റെ ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങുന്നുണ്ട്. ഈ ആൺമക്കളൊക്കെ നിന്നിട്ട് പോകാം. അധികം അത് ഷെരീബ് പുറത്ത് കൊണ്ടുവരണം. ഷെരീബ് പറയാനായിട്ട് ഷാജിദാന്റെ നാട്ടിൽ പോയി അവരാളുകളുമായിട്ടാണ്ട് ഇന്റർവ്യൂ കൊടുക്കുമെന്നോ ഏതൊക്കെയോ വീഡിയോകളിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂ കൊടുക്കും, ഷാജിദാരെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്റർവ്യൂ കൊടുക്കുമെന്ന് പറഞ്ഞ്, പിന്നെ അതുപോലെ കേസ് ഉടനെ അറിയാമെന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അറിഞ്ഞൂടാ എന്താണെന്ന്, നമ്മൾ ഇതുവരെയും കണ്ടില്ല ഒരു കാര്യവും. ഇന്റർവ്യൂ കൊടുക്കണതും ഒന്നും കണ്ടില്ല. എന്നാലും ഞാൻ പറയണു, ഞാൻ ആർക്ക് സപ്പോർട്ട് നിൽക്കുകയല്ല. ഷാജിദ ഷെരീഫിൻ്റെ വീട്ടിൽ പോയി കിടന്ന് വിളിച്ചത് ഫുള്ള് മണ്ടത്തരമെന്ന് തന്നെ പറയാം. അങ്ങനെ വിളിക്കാൻ പാടില്ല. ഒരു വീട്ടിൽ ഇടിച്ചു കയറി ചെന്നിട്ട് ആ വീട്ടിലുള്ളവരെ മൊത്തവും അപരാധം വിളിക്കാനായിട്ട് ഷാജിദക്ക് എവിടെയാണ് എഴുതി കൊടുത്തിരിക്കണം. ഇപ്പം അങ്ങനെ ഷാജിദ എങ്ങടോ ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നോണെന്ന വായോടുകൂടി കോട്ടയം വിട്ടുവിട്ട് ആളുകളെടുത്ത് തായേന്നും പറഞ്ഞുകൊണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. പഴയ ആ ട്രാക്ക് വീണ്ടും പിടിച്ചു തുടങ്ങിയ പഴയതുപോലെ ആളുകളെടുത്ത് കമൻറ്റിന് റിപ്ലൈ കൊടുത്തു തുടങ്ങി. ഭയങ്കര ചിരിയാണ്, ലൈവിൽ സന്തോഷമാണ്. എന്തിനാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പണം ആളുകൾ ക്യാഷ് ഇട്ട് കൊടുക്കാൻ, ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് കാണിക്കണത് എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇടക്കാലത്ത് ഷാജിദ ഇങ്ങനെ അല്ലായിരുന്നു, ഒന്നും വേണ്ട അഹങ്കാരമായിരുന്നു, തൻ്റെ അടുത്തരമായിരുന്നു, എല്ലാവരെയും അതിൽ ലൈവിലിരുന്ന് ചീത്ത വിളിക്കുമായിരുന്നു. പ്രായം ചെന്നവരായിരുന്നാലും അല്ലാത്തവരായാലും കമൻ്റ് ഇട്ടാൽ അവരെ കയറി ചീത്ത വിളിക്കുമായിരുന്നു. ഫുള്ള് തെണ്ടിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഷാജിദ ഇപ്പം വീണ്ടും പഴയ ട്രാക്ക് പിടിച്ചു തുടങ്ങി. ഷാജിദ നല്ലവളാണെന്ന് അറിയിച്ചു തുടങ്ങി. ഇപ്പോൾ കുറേയൊക്കെ ഒന്ന് ഒതുക്കി എന്ന് വേണം പറയാൻ. ഇപ്പം ആരെങ്കിലും കമൻറ്റിലൂടെ പറയുകയാണ്, ഷാജിദ നിനക്ക് എന്ത് ഷെരീഫിനെ ഒന്നും പറയണ്ടേ, ആ കാര്യം അവിടെ പറയരുത്, അതെനിക്കെടുക്കാൻ താല്പര്യമില്ല, ഞാൻ എൻ്റെ കാര്യമായിട്ട് ഞാൻ മുന്നോട്ട് പോകണം, ഞാൻ എൻ്റെ മക്കളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെയാണ് ഷാജിദ പറയണത്.